മിഥുന്റെ ഓർമ്മകളിൽ മിഥുനത്തിൽ 25-ന് പാലുകാച്ച്. കഴിഞ്ഞ ജൂലൈ 17-ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ഓർമ്മകൾ നിറയുന്ന പുതിയ വീടിന്റെ അങ്കണത്തിലാണ് പാലുകാച്ച്. 24-ന് മന്ത്രി വി ശിവൻകുട്ടി വീടിന്റെ താക്കോൽ കൈമാറും. ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മോനെ പണ്ട് കളിച്ച ഒരു പട്ടാളക്കാരന്റെ യൂണിഫോമും തോക്കും പിടിച്ചോണ്ടിരിക്കുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു വശം തളർന്നു കിടന്നാലും എൻ്റെ മോൻ്റെ അത് ഒരു രംഗം കൂടെ ഒന്ന് കാണണമായിരുന്നു. ആ ഒരാഗ്രഹം ഒന്ന് കാണണം, എൻ്റെ മോൻ്റെ സ്വപ്നം അതൊക്കെ ആയിരുന്നു. വീട്ടുകാർക്കും സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും തന്നെ മിഥുനെ മറക്കാൻ കഴിയില്ല. അവരുടെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് സ്കൂൾമുറ്റത്തും വീട്ടുവളപ്പിലുമെല്ലാം ഓടിക്കളിച്ചിരുന്ന മിഥുൻ. മിഥുന്റെ ഓർമ്മകൾ ഉണരുന്ന പുതിയ വീടിന്റെ പാലുകാച്ച് 25-ന് രാവിലെ നടക്കും. 2025 ജൂലൈ 17-നാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. വിളന്തറ മനു ഭവനിൽ സുജ മനു ദമ്പതികളുടെ മകനാണ് മിഥുൻ. മിഥുന് നിർമ്മിച്ചു നൽകിയ പുതിയ വീടിന്റെ താക്കോൽ ഔപചാരികമായി 24-ന് രാവിലെ 10-ന് മന്ത്രി വി ശിവൻകുട്ടി കുടുംബത്തിന് കൈമാറും. 25-നാണ് മിഥുനത്തിൽ പാലുകാച്ച്. സംഭവത്തിനു ശേഷം വീട്ടിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി മിഥുന്റെ ആഗ്രഹം പോലെ തന്നെ അവന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു. മന്ത്രിമാരായ KN ബാലഗോപാൽ, ജെ ചിഞ്ചുറാണി, കെ കൃഷ്ണൻകുട്ടി, കോവൂർ കുഞ്ഞുമോൻ MLA എന്നിവരും വീട്ടിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം, വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ 3 ലക്ഷം, KSEBയുടെ 10 ലക്ഷം, KSTA നൽകിയ 11 ലക്ഷം രൂപ ഇത് കുടുംബത്തിന് ആശ്വാസമായി. സ്കൂൾ മാനേജ്മെന്റ് 10 ലക്ഷം രൂപ കൈമാറി. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 20 ലക്ഷം രൂപ ചെലവ് വന്ന വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് കല്ലിട്ടത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ ആയിരുന്നു വീട് നിർമ്മാണത്തിന്റെ ചുമതല. 3 മുറിയും ഹാളും അടുക്കളയും സിറ്റൌട്ടും 2 ശുചിമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വീട്ടിലുണ്ട്. 6 മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകാൻ കരുനാഗപ്പള്ളിയിലെ പാലക്കോട്ട് ബിൽഡേഴ്സിനായിരുന്നു നിർമ്മാണ കരാർ നൽകിയത്. 5 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി ഹിതേഷും MLAയും പടിഞ്ഞാറേക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന C ഉണ്ണികൃഷ്ണനും കൂടെ നിന്നു. മകന്റെ ജീവൻ തുല്യം ഒന്നുമില്ല എങ്കിലും അവന്റെ വലിയ സ്വപ്നമായിരുന്നു വീട്. അത് ഇപ്പോഴുണ്ടായി. കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്ന് മിഥുന്റെ മാതാപിതാക്കൾ പറയുന്നു. നമ്മുടെ സർക്കാർ, അതായത് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൃത്യമായി നമ്മളെ ചേർത്ത് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ ശിവൻ, അത് പുള്ളിക്കാരനാണ് ഫസ്റ്റ് ഇത് എന്നെ വിളിച്ച് പറയുന്നത്. കാരണം ഞാൻ ഇന്നത്തെ കാര്യം പറയണ്ടല്ലോ, പിന്നെ അന്ന് മുതലുള്ള കാര്യം ഈ കഷ്ടപ്പെടാനും എടുക്കാനും എല്ലാം അവരെ ഉള്ളായിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ അവർ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. നമ്മുടെ MLA കോർ കുഞ്ഞോൻ സാറ് ഇവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെട്ടെല്ലാവരും. അതുകൊണ്ട് എനിക്ക് അവരോട് നല്ല നന്ദിയേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെ ചേർത്ത് നിർത്തി, കൃത്യമായി ചേർത്ത് നിർത്തി. മിഥുനില്ലെങ്കിലും മിഥുന്റെ ഓർമ്മകൾ മിഥുനമെന്ന ഈ വീട്ടിൽ എന്നും നിറഞ്ഞു തന്നെ നിൽക്കും. ന്യൂസ് ബ്യൂറോ, ചവറ.